പണ്ട് ഓരോ കോളേജസ് വരെ എക്സാംസ് നടത്തുമായിരുന്നു. അതായത് അവരുടെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അവരുടെ സീറ്റിന് വേണ്ടിയിട്ട് എക്സാംസ് നടത്തുമായിരുന്നു. 2013 ആദ്യമായിട്ട് നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് എക്സാം വരുന്നത്. അതായത് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിന്റെ ക്രൈറ്റീരിയ നീറ്റ് എക്സാമിലെ റാങ്ക് മാത്രമാണ് എന്നാണ് വന്നത്. ആ കാലത്ത് ഞാൻ പഠിച്ചിരുന്നത് 25th ബാച്ചിലാണ്, 25ാമത്തെ ബാച്ച്. ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പം ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻ്റ് എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. ആ പേപ്പറിൽ ഒരിക്കലും സാറ് ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ സാറ് പാട്ട് പാടുമോ എന്നൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അത് അത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, അതൊരു കൺസെപ്റ്റ് വെച്ച് എൻഗേജ് ചെയ്യുന്ന ഒരു സാറായിരുന്നു അത്. ഹായ്, എന്താണ് ഈ എൻട്രൻസ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ എൻട്രൻസ് എക്സാം നമുക്ക് രണ്ട് രീതിയിലാണ്. നമുക്ക് മെഡിക്കൽ എൻട്രൻസ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. വേറെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു 2012 തൊട്ട് നമുക്ക് എടുക്കാം. 2012 നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്ന ഒരു വർഷം എന്ന് പറയുന്നത്. ഒരുപാട് എക്സാംസ് എന്ന് വെച്ചാൽ പണ്ട് ഓരോ കോളേജസ് വരെ എക്സാംസ് നടത്തുമായിരുന്നു. അതായത് അവരുടെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അവരുടെ സീറ്റിന് വേണ്ടിയിട്ട് എക്സാംസ് നടത്തുമായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു, കോളേജിന്റെ പേരിൽ തന്നെ നടക്കുന്ന എക്സാംസ്. നമ്മളിപ്പോഴത്തെ പഴയ മെറ്റീരിയൽസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യന്റെ എൻഡിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും, ഇന്ന വർഷം ഇന്ന എക്സാമിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സാം എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി, കുട്ടികളുടെ ആ ഒരു ഡിഫിക്കൽട്ടി മാറ്റാൻ വേണ്ടിയിട്ട് 2013 ആദ്യമായിട്ട് നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് എക്സാം വരുന്നത്. അതായത് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിന്റെ ക്രൈറ്റീരിയ നീറ്റ് എക്സാമിലെ റാങ്ക് മാത്രമാണ് എന്നാണ് വന്നത്. അപ്പൊ അത് 2013 വരുന്നത്, ഫസ്റ്റ് നീറ്റ് എക്സാം വരുന്നത്. അപ്പൊ ആ ഫസ്റ്റ് നീറ്റ് എക്സാം വരുന്ന സമയത്ത് അന്നും അല്ലെങ്കിൽ അതിനു മുമ്പും ഇവിടെ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാം എയിം എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയന്റഡ് ആയിരുന്നു. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ വർഷം ഇത്ര കുട്ടികൾ ഉണ്ട് എങ്കിൽ ആ കുട്ടികളെ പഠിപ്പിച്ച് ആ കുട്ടികളുടെ മെജോറിറ്റി ഓഫ് ആൾക്കാരെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്ത് അവരൊരു നല്ല പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തിക്കണം എന്നായിരുന്നു. ഓക്കെ, അന്ന് ആ സമയത്ത് 2012-13 സമയത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. ആൻഡ് ദെയർ ടെക്നിക്സ് വാസ് വെരി ഗുഡ്. എനിക്കത് മനസ്സിലായതാണ്, കാരണം ഞാൻ അവിടെയാണ് പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഇൻ തൃശ്ശൂരായിരുന്നു. അപ്പൊ അവിടുത്തെ ടെക്നിക്ക് എന്ന് വെച്ചാൽ അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. അതായത് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അതായത് മാർക്ക് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എത്ര മാർക്കാണ് നിങ്ങൾക്ക് +2 എക്സാമിന് കിട്ടിയിരിക്കുന്നത്, ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾ ഒരു പർട്ടിക്കുലർ മാർക്ക് ലെവൽ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പം അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. ആൻഡ് എനിക്ക് അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അവർക്ക് എത്ര കുട്ടികൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ആ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു. ആൻഡ് അവരുടെ ഫെസിലിറ്റീസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അഡ്മിഷൻ എടുക്കുന്നു, ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇതാണ് സംഭവം. അപ്പൊ അതിൽ അവര് എന്തായാലും ഷുവർ ഷോട്ട് കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ കാലത്ത് ഞാൻ പഠിച്ചിരുന്നത് 25th ബാച്ചിലാണ്, 25ാമത്തെ ബാച്ചിൽ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ആൺകുട്ടികളുടെ സെന്ററിൽ 25ാമത്തെ ബാച്ചിൽ ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പം ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻ്റ് എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. അതായത് 10ാമത്തെ ബെഞ്ചിൽ. അപ്പോൾ 10 ബെഞ്ച് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതിലൊക്കെ കുട്ടികളുണ്ട്, ഏകദേശം ഒരു 100 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ആ ഹ്യൂജ് നമ്പറിനെ ഇമാജിൻ ചെയ്യാം. ബട്ട് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ നമ്മൾ എത്തുന്ന സമയത്ത് യു വിൽ ബി ഹാവിങ് എ ഡെയിലി എക്സാം. ഒരു ഡെയിലി എക്സാം നടത്തും, 30 ക്വസ്റ്റ്യൻ്റെ ഒരു ഡെയിലി എക്സാം നടത്തും. ആ ഡെയിലി എക്സാമിന്റെ മാർക്ക് അടുത്ത ദിവസം നമുക്ക് പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ ഒരു കറക്റ്റ് മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഒരു സാറ് ക്ലാസ് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ സാറിന്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു പേപ്പർ സർക്കുലേറ്റഡ് ആകും. ആ പേപ്പറിൽ ഒരിക്കലും സാറ് ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ സാറ് പാട്ട് പാടുമോ എന്നൊന്നുമല്ല. സാറ് കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നുമല്ല. സാറ് പറയുന്ന കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, സാറിന്റെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് അതർ കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുണ്ടോ. ഒരു അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ പറയുന്ന പേപ്പർ അവിടെ സർക്കുലേറ്റഡ് ആവും. ആ പേപ്പർ സർക്കുലേറ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും
പേരൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യുക, നോട്ട് ചെയ്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ അഭിപ്രായം അവർ കൺസിഡർ ചെയ്യും. ആൻഡ് ഇഫ് ഹി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിൽ ബി കണ്ടിന്യൂ. ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഗുലർലി നടക്കും. അതായത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അധ്യാപകർക്ക് പോലും ഈ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എന്താണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് അവിടെ വരുന്നില്ല. അത് ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിൽ ആകെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഹ്യൂജ് നമ്പറാണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത് കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ഒരു സാറിന് പോലും ആ കുട്ടികളുടെ എല്ലാവരുടെയും പേരറിയുന്നുണ്ടാവില്ല, പേഴ്സണലി അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് അതിൽ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കണ്ടത്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആയിരുന്നു ആ ഒരു സിസ്റ്റം. ഇന്ന് ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നതിൽ ഒരു സാറുണ്ടായിരുന്നു. ഹി വാസ് വെരി ഓൾഡ്, ഭയങ്കര പ്രായമായിട്ടുള്ളൊരു സാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, അതായത് കൺസെപ്റ്റ് വെച്ച് എൻഗേജ് ചെയ്യുന്ന ഒരു സാറായിരുന്നു അത്. അത്ര രസകരമായിട്ട് എൻഗേജ് ചെയ്യുന്ന സാറായിരുന്നു. അപ്പൊ ആ സാറിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വേറെ തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കൺസെപ്റ്റ് വെച്ചിട്ടുള്ള എൻഗേജ്മെന്റ് അല്ല ഇപ്പൊ നടക്കുന്നത് മെജോറിറ്റി ഓഫ് കാര്യങ്ങളിലും. അത് ഞാൻ എല്ലാവരെയും പറയുന്നതല്ല. ദർ ആർ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് എൻഗേജ് ചെയ്യിക്കുന്ന ആൾക്കാരുമുണ്ട്, എന്നാൽ അല്ലാതെ തന്നെ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, അപ്പൊ അത് കുറച്ച് എന്താ പറയാ, അതിൽ നിന്നൊരു ഡീവിയേഷൻ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്കുണ്ടായ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതായിരുന്നു ഒരു കുറച്ച് കാലങ്ങൾ മുമ്പ് വരെയുള്ള ഒരു സിസ്റ്റം. അതായത് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ആ ഒരുപാട് സെന്റേഴ്സും ഈ റിസൾട്ടിനെ ഓറിയന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് പറ്റുന്ന നമ്പർ. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധ്യാപകന് ഒരു ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 hours ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ 8 hours, 6 to 8 hours ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ 6 to 8 hours ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ ക്ലാസ് കണ്ടിട്ട് ഒരു കുട്ടി വരികയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ പറയുന്ന സെന്ററിലേക്ക് ഒരു കുട്ടി വരാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഈ അധ്യാപകൻ അയാൾക്ക് ഒരു ക്ലാസ് എടുക്കണമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പം ആ അധ്യാപകൻ ആ കുട്ടി ക്ലാസ്സേ എടുക്കുന്നുണ്ടാവില്ല. കാരണം എന്താ, അവിടെ ഹ്യൂജ് നമ്പർ ഓഫ് ക്ലാസ്സസ് ആയിരിക്കും, ക്ലാസ്സുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ അധ്യാപകനെ കാണുന്നേ ഉണ്ടാവില്ല, വേറൊരു അധ്യാപകനായിരിക്കും വന്ന് എടുക്കുക. ആ അധ്യാപകൻ മാറുന്നു, വേറൊരു അധ്യാപകൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, എപ്പോഴും ദ ബെസ്റ്റ് തിങ് ഈസ് ടു സ്റ്റിക്ക് ഓൺ ടു വൺ ടീച്ചർ. ഒരു 1-2 ടീച്ചേഴ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ കുട്ടിയുടെ റേഞ്ച് എന്താണ്, ആ കുട്ടിക്ക് എന്താണ് കുറവുള്ളത്, ആ കുട്ടിക്ക് എന്താണ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ നീറ്റ്. പിന്നെ നീറ്റ് എന്ന് പറയുന്ന എക്സാമിന് കുറെ പിന്നെയും ചേഞ്ചസ് വന്നു. 2013 ഫസ്റ്റ് നീറ്റ് നടന്നു. അതിനുശേഷം വരുന്ന നീറ്റ് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക് പോകാൻ നോക്കുന്നു. വീണ്ടും ഇല്ല, നീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് നീറ്റേ വേണ്ട എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നീറ്റ് എക്സാമിന് ഇങ്ങനെ ഒരു മാറ്റമാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം കുറെ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് JEE എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത്. JEE എക്സാം വളരെ ഓർഗനൈസ്ഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ നീറ്റ് എക്സാമിൽ കുറെ പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ എന്താ പറയാ, എക്സാം പാറ്റേണിൽ മാറ്റങ്ങൾ വരുത്തി. കോവിഡ് വന്ന സമയത്ത് എന്താ പറയാ, ഈ പറയുന്ന എക്സാം പാറ്റേണിൽ മാറ്റം വരുത്തി. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. എനിവേ, നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതായിരുന്നു ഒരു ടൈം, അതായത് ഇങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എക്സാംസും റിസൾട്ടും ഒക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.